നീ മനസ്സിലാക്കുന്നില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പടക്കമല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മദ്യമല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നക്ഷത്ര വിളക്കല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കരളല്ല, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ആ ദിവസം ഓർക്കുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തിനാണ് യേശു വന്നതും കൂടെ എന്നും കൂടെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിർത്തുവാനായിട്ട് പോവുകയാണ്. എന്തിനാ യേശു വന്നതെന്നറിയാമോ? മർക്കൂസിന്റെ സുവിശേഷം, വിശുദ്ധ പുതിയ നിയമത്തിലെ മർക്കൂസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ കർത്താവ് തന്നെ അത് നേരിട്ട് പറയുന്നുണ്ട്. വാക്യം എങ്ങനെയാണ്? മനുഷ്യപുത്രൻ കടന്നു വന്നത് ശുശ്രൂഷ ഏൽക്കുവാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് വന്നത്. ക്രിസ്മസിന്റെ ഈ പ്രധാനപ്പെട്ട അർത്ഥമെങ്കിലും മനസ്സിലാക്കാതെ ഈ ഹോള വിട്ട് പോകരുത് എന്ന് ഞാൻ താഴ്മയായിട്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്മസിന്റെ അർത്ഥം എങ്ങനെയാണ്? യേശു ക്രിസ്തു കടന്നു വന്നത് മരിക്കുവാൻ വേണ്ടിയാ. നമ്മൾ എല്ലാവരും മരിക്കും, കാരണം നമ്മൾ ജനിക്കുന്നത് കൊണ്ട് മരിക്കും. എന്നാൽ യേശു കടന്നു വന്നത് മരിക്കുവാൻ വേണ്ടി കടന്നു വന്നതാ. നമ്മൾ ആരും അങ്ങനെ വന്നിട്ടില്ല. മരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. എന്നാൽ യേശു കടന്നു വന്നത് എന്താണെന്ന് അറിയാമോ? ജനിച്ചത് തന്നെ മരിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ മരിച്ച ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. ക്രിസ്മസ് പോലെയുള്ള ഒരു നല്ല ദിവസത്തിൽ കർത്താവിന്റെ മരണത്തെ കുറിച്ചാണോ പറയുന്നതെന്ന് ചിലരുടെ നെറ്റി തുളിയെന്ന് കണ്ടിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ കർത്താവിന്റെ മരണം പറയാതെ ക്രിസ്മസിന്റെ അർത്ഥം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു കടന്നു വന്നതിനാണെന്ന് അറിയാമോ? എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജനിക്കുവാൻ പോകുന്ന അടുത്ത തലമുറയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ ഏതെല്ലാം തലമുറ ലോകത്തിന്റെ അന്ത്യത്തോളം ഇവിടെ ഉണ്ടാകുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടി തന്നെത്താൻ യാഗമായിട്ട് കൊടുക്കുവാൻ വേണ്ടിയാ യേശു കടന്നു വന്നത്. സുബർക്കത്ത് പോകണം, സ്വർഗത്ത് പോകണം, സ്വർഗം കാണണം, മോക്ഷം പ്രാപിക്കണം, മുക്തി നേടണം. ഇതാ മനുഷ്യന്റെ എല്ലാ കാലത്തെയും ആഗ്രഹം. അത് നേടിത്തരുവാൻ വേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ട്, നമ്മുടെ തീർത്ഥാടനങ്ങൾ കൊണ്ട്, നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ വേദപുസ്തകം അസന്ദിഗ്ധമായിട്ട് പറയുന്നതാണ്. മനുഷ്യന്റെ പുണ്യപ്രവർത്തികൾ കറപുരണ്ട തുണി പോലെ എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ നല്ല പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെയാണെങ്കിൽ മനുഷ്യന്റെ സാധാരണ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? മനുഷ്യന്റെ ദോഷപ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയാല്, നമ്മുടെ തീർത്ഥാടനത്താൽ, നിങ്ങൾ കത്തിക്കുന്ന മെഴുകുതിരിയാൽ, നിങ്ങൾ കത്തിക്കുന്ന കതിനാവെടിയാല് സ്വർഗത്തിൽ പോകാമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, താങ്കൾക്ക് തെറ്റുപറ്റിപ്പോയി. ലോകത്തിലെ മതങ്ങളെല്ലാം ഒരേപോലെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ മനുഷ്യരും പാപിയാ. അങ്ങനെയെങ്കിൽ ഈ പാപത്തിൽ